വല്യമ്മ വളർത്തിയ വലിയ മോനാണ് ലാമിൻ യമാൽ. കഴിഞ്ഞ ദിവസം അർജന്റീനയെ നിലം തൊടിയിക്കാതെ, പന്ത് നൽകാതെ, വെറും കാഴ്ചക്കാരെ പോലെയാക്കി കളം നിറഞ്ഞ് സ്പെയിൻ കളിച്ചപ്പോൾ ഒരു കാലിലേക്കെത്തുമ്പോൾ വലിയ ആരവമുയരുമായിരുന്നു. ആ കാലിൻ്റെ ഉടമയുടെ പേരാണ് ലാമിൻ യമാൽ. ലാമിൻ യമാലിൻ്റെ ജന്മദിനം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 ദിവസമേ ആയുള്ളൂ. എന്ന് വെച്ചാൽ കേരളത്തിലായിരുന്നെങ്കിൽ നീറ്റ് പരീക്ഷ റിപ്പീറ്റ് ചെയ്യാനുള്ള സമയം. പക്ഷേ അവൻ ലോകോത്തര ഫുട്ബോളറായി വളർന്നു വരുന്നു. അത്രമേൽ കരുത്തും വൈഭവവും മാന്ത്രിക സ്പർശവും പ്രകടമാക്കിയാണ് ലാമിൻ യമാൽ വളരുന്നത്. ഫുട്ബോൾ ലെജൻഡ് എന്ന് ലോകം സാക്ഷ്യപ്പെടുത്തിയ ലയണൽ മെസ്സി സ്പർശിച്ച് താരാട്ടുപാടിയ ലാമിൻ യമാൽ ഇന്നലെ അവരിരുവരും നേർക്ക് നേരെ വന്നപ്പോൾ മെസ്സി കാഴ്ചക്കാരനും ലാമിൻ യമാൽ കളിക്കാരനുമായിരുന്നു. കാലം അങ്ങനെയാണല്ലോ ചിലതൊക്കെ പറയുന്നത്. കേവലം കളിക്കളത്തിൽ മാത്രമല്ല, ഫുട്ബോളിൽ മാത്രമല്ല, ജീവിതത്തിൽ തന്നെയും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് ആ പ്രതിസന്ധികളെ മറക്കാത്ത ആളിൻ്റെ പേരാണ് ലാമിൻ യമാൽ. അതുകൊണ്ടാണ് ഇന്നും ഓരോ സ്ഥലത്തും കരാർ ഒപ്പിടാൻ പോകുമ്പോഴും യാത്ര പോകുമ്പോഴും വല്യമ്മ ഫാത്തിമയെ ഒപ്പം കൂട്ടുന്നത്. പന്ത് തട്ടി കളിക്കുമ്പോൾ പ്രായം 4 അതിനു മുമ്പേ തന്നെ മാതാപിതാക്കൾ വേർപിരിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. മൊറോക്കയിൽ നിന്നും സ്പെയിനിലേക്ക് കുടിയേറി പാർത്ത മുനീർ നെസ്രോയിയാണ് ലാമിൻ യമാലിൻ്റെ പിതാവ്. മാതാവ് ഷീല എബാന. അവർ ഇക്വറ്റോറിയൽ ഗിനിയിൽ നിന്ന് വന്നതാണ്. ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞപ്പോഴും ഇവരുടെ പിതാവിൻ്റെ മാതാവ് ഫാത്തിമയാണ് ഈ മകനെ നെഞ്ചേറ്റി കൊണ്ടു നടന്ന് സ്പെയിനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി അവൻ്റെ പ്രതിഭകളിലൂടെ അവനെ വളർത്താൻ വേണ്ടി എല്ലാ പ്രയാസവും അനുഭവിച്ചത്. നമ്മൾ ഈ നാട്ടിലൊക്കെ പറയുന്ന തൊഴിലാളി വർഗം എന്നൊക്കെ പറയുന്ന അടിസ്ഥാന വിഭാഗത്തിൻ്റെ ഭാഗമായാണ് അവൻ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചിരുന്നു. ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മാതാപിതാക്കൾക്കും അതുപോലെ ഇവനെയുമൊക്കെ സഹായിച്ച അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ആ 2 സുഹൃത്തുക്കളുടെ പേര് ചേർത്താണ് ലാമിൻ യമാൽ എന്ന് പറയുന്ന പേര് ഇവന് നൽകിയത്. ഓരോ ഗോൾ നേടുമ്പോഴും വിരലുകൾ കൊണ്ട് 304 കാണിക്കുന്ന ആഘോഷ രീതി റൊക്കോ ഫോണ്ടയിലെ എന്ന് വെച്ചാൽ ആ സാധാരണ തൊഴിലാളിയായി വളർന്ന ബാഴ്സലോണയിലെ റൊക്കോ ഫോണ്ട എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സവിശേഷമായ ആംഗ്യമാണ് അദ്ദേഹം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പെയിനിൻ്റെ പതാകയ്ക്ക് പുറമെ മൊറോക്കോ, ഇക്വറ്റോറിയൽ ഗിനിയ എന്നീ രാജ്യങ്ങളുടെ പതാകയും ലാമിൻ യമാൽ തൻ്റെ ബൂട്ടുകളിൽ പതിക്കാറുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. FC ബാഴ്സലോണയ്ക്കായും സ്പാനിഷ് ദേശീയ ടീമിനായും അരങ്ങേറ്റം കുറിക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളിലൊന്നായിരുന്നു ലാമിൻ യമാൽ. 2024 യൂറോ കപ്പ് നേടിയ സ്പാനിഷ് ടീമിലെ പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു എന്ന് മാത്രമല്ല, യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് എന്ന അവാർഡും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. കളികൾ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചടുലമായ ട്രിബിളിംഗ് കാണുമ്പോൾ, ശരീരത്തിലുണ്ടാകുന്ന ആ പന്ത് കൈവച്ചുകൊണ്ടുള്ള സെർവ് ഉണ്ടല്ലോ, ബോഡി സെർവ്, അതൊക്കെ കാണുമ്പോൾ ആ പ്രതിഭാധനത്വത്തിൻ്റെ മാന്ത്രിക സ്പർശം നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. ലാമിൻ യമാലിനെ സ്നേഹിക്കേണ്ടത് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലല്ല. ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും കരുത്തുറ്റ പ്രതിഭാധനനായ ഒരു കളിക്കാരനായി മാറിയ അവൻ്റെ കഠിനാധ്വാനത്തെയാണ്. 4 വയസ്സിൽ പന്ത് തട്ടി കളിക്കാനിറങ്ങി ഒടുവിൽ 18-19 വയസ്സായപ്പോൾ ലോക ചാമ്പ്യന്മാരാകുന്ന ഒരു രാജ്യത്തിൻ്റെ നെറുകയിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടി ഏറ്റവും മനോഹരമായ കളി പുറത്തെടുത്ത സമർപ്പിത ഫുട്ബോളർ. തൻ്റെ വാപ്പുമ്മയെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നിടത്തെല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്ന, അതൊരഭിമാനവും കരുത്തും പ്രാർത്ഥനയുമായി കാണുന്ന ഒരു മുത്തശ്ശി വളർത്തിയ സ്നേഹനിധിയായ മകൻ കൂടിയാണ് അവൻ. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ കളിയിലും ഈ പറഞ്ഞ ലാമിൻ യമാലായിരുന്നു ഒരു മികച്ച താരമായി മാറിയത്.